ഹായ്, ജംബു ഹോസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ CCNA ക്ലാസ്സിൽ നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തിട്ടുള്ള VLSM സബ്നെറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് വെച്ചിട്ട് ഒരു സബ്നെറ്റും അതിൻ്റെ പ്രാക്ടിക്കൽ കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ VLSM എന്താണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. സബ്നെറ്റിംഗ് രണ്ട് തരത്തിൽ നമ്മൾ ചെയ്തു. ഒന്ന് നോർമലായിട്ട് വരുന്ന ഒരു സബ്നെറ്റിംഗ് നമ്മൾ ചെയ്തു. അതുകൂടാതെ നമ്മൾ VLSM എന്ന് പറയുന്ന സബ്നെറ്റിങ്ങും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ടൊരു പ്രാക്ടിക്കൽ ലാബും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കുറച്ച് അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു പ്രോബ്ലം ഇട്ട് ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കടക്കാം. നമുക്കൊരു റിയൽ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് റിയൽ ആയിട്ട് നമുക്കിത് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ എൻ്റെ ഓഫീസിൽ മൊത്തം 3 ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, അല്ലെങ്കിൽ 4 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് എന്ന് കരുതുക. മൊത്തം ഉള്ളത് 4 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. മൊത്തം 4 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് പേര് കൊടുക്കാം. ഒന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് IT ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പേര് കൊടുക്കാം. ഡിപ്പാർട്ട്മെൻറ്റ്. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് സെയിൽസ് എന്ന് കൊടുക്കാം. മൂന്നാമത്തെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അക്കൗണ്ട്സ് എന്ന് കൊടുക്കാം. മൂന്നാമത്തെ നമുക്ക് അക്കൗണ്ട്സ് എന്ന് കൊടുക്കാം. നാലാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിന് നമുക്ക് അഡ്മിൻ എന്ന് കൊടുക്കാം. അപ്പോൾ IT ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഏകദേശം ഒരു 40 കമ്പ്യൂട്ടർ വരുന്നുണ്ട്. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഏകദേശം ഒരു 22 കമ്പ്യൂട്ടർ വരുന്നുണ്ട്. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഏകദേശം ഒരു 13 കമ്പ്യൂട്ടർ വരുന്നുണ്ട്. അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഏകദേശം ഒരു 5 കമ്പ്യൂട്ടർ വരുന്നുണ്ട്. ഇപ്പം ഇവിടെ നമുക്ക് 4 ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. 4 ഡിപ്പാർട്ട്മെന്റിലും 40 കമ്പ്യൂട്ടറും 22ഉം 13ഉം 5ഉം വീതം വരുന്നുണ്ട്. ശരിക്കും 4 നെറ്റ്വർക്കാണ് നമുക്ക് ഇവിടെ ഉണ്ടാവേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ നെറ്റ്വർക്ക് ആണെങ്കിൽ മൊത്തം നമുക്ക് 4 ഡിപ്പാർട്ട്മെന്റ് ആണ് ഉണ്ടാവേണ്ടത്. ഈ 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുമ്പോൾ IT ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് 40 കമ്പ്യൂട്ടർ ഉള്ളതെന്ന് പറഞ്ഞു. മൊത്തം 4 ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ ശരിക്കും ഒരു IP അഡ്രസ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു IP അഡ്രസ് എടുക്കാം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് 192.168.10 എന്ന് പറയുന്നതിനെ 26 കൊണ്ട് സബ്മിറ്റ് ചെയ്താലേ നമുക്ക് നമ്പർ ഓഫ് നെറ്റ്വർക്ക് 4 കിട്ടുക. 4 നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ പറ്റും. VLSMന്റെ കാര്യമല്ല പറയട്ടെ, അതിന് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ള സബ്നെറ്റിൽ നമ്മൾ 26 കൊണ്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മൊത്തം 4 നെറ്റ്വർക്കാണ് കിട്ടുക. 4 നെറ്റ്വർക്ക് കിട്ടുമ്പോൾ നമുക്ക് അവിടെ ബ്ലോക്ക് സൈസ് ഓരോ നെറ്റ്വർക്ക് തമ്മിലുള്ള അകലം 64 വരിക. ഒരു നെറ്റ്വർക്കിൽ 62 കമ്പ്യൂട്ടറിനെ ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് IT ഡിപ്പാർട്ട്മെന്റിൽ 40 കമ്പ്യൂട്ടർ എന്നല്ല പറഞ്ഞേ, നമുക്ക് അവിടെ 62 IPO കിട്ടും. അപ്പൊ നമുക്ക് ഏകദേശം അവിടെ ഒരു 22ഓളം IP അഡ്രസ് അവിടെ വേസ്റ്റ് വരും. ഇനി സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ പോയാലോ, സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ മൊത്തം നമുക്ക് 22 കമ്പ്യൂട്ടർ ഉള്ളൂ. നമ്മൾ 26 കൊണ്ട് സബ്മിറ്റ് ചെയ്താൽ നമുക്ക് 64 വരുമ്പോൾ നമ്പർ ഓഫ് ഹോസ്റ്റ് ഒരെണ്ണത്തിൽ 62 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യാൻ പറ്റും. നമുക്കവിടെ 22 കമ്പ്യൂട്ടറിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ ഏകദേശം അവിടെ ഒരു 40ഓളം IP അവിടെ വെറുതെ ഇരിക്കും. ഇനി അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ നോക്കിയേ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ആകെ 13 കമ്പ്യൂട്ടറുകൾ ഉള്ളത്. നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു നെറ്റ്വർക്കിൽ എത്ര കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യാന്ന് പറഞ്ഞേ,
62 എണ്ണത്തെ ആഡ് ചെയ്യാന്നാ പറഞ്ഞത്. ഇവിടെ ആകെ നമ്മൾ 13 യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഏകദേശം 49 IP അഡ്രസ് നമുക്ക് അവിടെ വെറുതെ വരും. ഇനി അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലോ? അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിൽ ആകെ ഇരിക്കുന്ന 5 കമ്പ്യൂട്ടറാണ്. നമുക്ക് 26 കൊണ്ട് ചെയ്താൽ നമുക്ക് ഒരു നെറ്റ്വർക്കിൽ 62 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യാം. ഏകദേശം നമുക്കൊരു 57 IP അഡ്രസ് അവിടെ എന്ത് വരുന്നുണ്ട്? വേസ്റ്റേജ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ VLSM എന്ന് പറയുന്ന സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ VLSM ആണെങ്കിൽ നമ്മൾ ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ടേബിളിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ ലാബ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇവിടെ നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടേബിളിൽ എന്തൊക്കെ വേണം? ആദ്യം ഞാനൊരു ടേബിൾ വരയ്ക്കാം. ഇവിടെ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ്, നമ്പർ ഓഫ് നെറ്റ്വർക്ക്, നമ്പർ ഓഫ് ഹോസ്റ്റ്, ഇവിടെ ബ്ലോക്ക് സൈസ്, സബ്നെറ്റ് മാസ്ക്, CIDR. നമുക്കിവിടെ 4 ഡിപ്പാർട്ട്മെന്റ് ഉള്ളത് അല്ലേ? ഒന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് IT, രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് സെയിൽസ്, മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് അക്കൗണ്ട്സ്, നാലാമത്തെ ഡിപ്പാർട്ട്മെന്റ് അഡ്മിൻ. IT ഡിപ്പാർട്ട്മെന്റിൽ എത്ര കമ്പ്യൂട്ടർ വേണമെന്ന് പറഞ്ഞേ? 40. സെയിൽസിൽ 22, അക്കൗണ്ട്സിൽ 13, അഡ്മിനിൽ 5. 40 കമ്പ്യൂട്ടറിനെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് സൈസ് 25 കൊണ്ട് ചെയ്താൽ ബ്ലോക്ക് സൈസ് 128 കിട്ടുക. നമുക്ക് 126 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ടേബിൾ വരച്ച് തന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ടേബിളിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത് പറയാൻ പോകുന്നത്. ബ്ലോക്ക് സൈസ് 64 വന്നു കഴിഞ്ഞാൽ നമുക്ക് 62 കമ്പ്യൂട്ടറിന് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്ന ബ്ലോക്ക് സൈസ് എന്ന് പറഞ്ഞാൽ 32 ആണ്. 32 ബ്ലോക്ക് സൈസ് വന്നാൽ നമുക്ക് 30 ഹോസ്റ്റിനെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ബ്ലോക്ക് സൈസ് നമുക്ക് ഏത് എടുക്കാൻ പറ്റുള്ളൂ? ഇവിടെ നമുക്ക് ബ്ലോക്ക് സൈസ് 64 എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ബ്ലോക്ക് സൈസ് 64 എടുത്ത് 62 ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് 22 വരുന്നത്. 32 എടുത്താൽ 30 ആഡ് ചെയ്യാം. പിന്നെ വരുന്ന 16 എടുത്താൽ 14 ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ 32 എടുക്കണം. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ എത്ര എടുത്താൽ മതി? അപ്പോ ബ്ലോക്ക് സൈസ് 16 എടുത്താൽ മതി. അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ് ബ്ലോക്ക് സൈസ് 8 എടുത്താൽ മതി. ബ്ലോക്ക് സൈസ് 64 വന്നാൽ സബ്നെറ്റ് മാസ്ക് എത്ര വരിക? 256 നിന്ന് സബ്നെറ്റ് മാസ്ക് കുറച്ചാലാണ് ബ്ലോക്ക് സൈസ് ഉണ്ടാവുക. അപ്പൊ ഇവിടെ ബ്ലോക്ക് സൈസ് നമുക്ക് 64 വന്നുകൊണ്ട് സബ്നെറ്റ് മാസ്ക് 192, ഇവിടെ 224, ഇവിടെ 240, ഇവിടെ 248. CIDR വാല്യൂ എത്ര വരിക? ഇവിടെ 26, ഇവിടെ 27, ഇവിടെ 28, ഇവിടെ എത്ര വരിക? 29 വരിക. ഇങ്ങനത്തെ ഒരു ടേബിൾ കിട്ടും. കാരണം നമ്മൾ ഇത് നോർമൽ സബ്നെറ്റിംഗ് ചെയ്തപ്പോൾ വന്ന ടേബിളാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് 4 ഡിപ്പാർട്ട്മെന്റാണ് കിട്ടുക. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമുക്ക് ഏത് മുതൽ ഏത് IP വരെയാണ് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം എഴുതാം. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം നമുക്ക് ഇവിടെ എഴുതാം. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? IT ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇവിടെ IT ഡിപ്പാർട്ട്മെന്റ്. IT ഒരു നെറ്റ്വർക്കിൽ എന്തൊക്കെ വേണം? നെറ്റ്വർക്ക് ID വേണം. നെറ്റ്വർക്ക് ID, ഫസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് FVH, ലാസ്റ്റ് വാല്യൂഡ് ഹോസ്റ്റ് LVH, ബ്ലോക്ക് സൈസ്. ഇത്ര അടങ്ങിയതാണ് ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ IP തന്നിരിക്കുന്നത് 192, 168, 10 എന്ന് വിചാരിക്കാം. അപ്പൊ നെറ്റ്വർക്ക് ID എത്രയാ? 192, 168, 10 ആണ്. ഇനി FVH കാണണം, LVH കാണണം, ബ്രോഡ്കാസ്റ്റ് കാണണം. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഏതാ? നമ്മുടെ സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. സെയിൽസ്
അവിടെ എന്തുണ്ടാവും? നെറ്റ്വർക്ക് ഐ ഡി. നേരത്തെ പറഞ്ഞ പോലെ FVH, LVH, ബ്രോഡ്കാസ്റ്റ്, ഇത്രയല്ലേ ഉണ്ടാവുക. നെറ്റ്വർക്ക് ഐ ഡി എത്രയാണ്? ഫസ്റ്റത്തെ നെറ്റ്വർക്ക്, ഒന്നാമത്തെ IT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ ബ്ലോക്ക് സൈസ് 64 അപ്പൊ ഫസ്റ്റ് നെറ്റ്വർക്കിന്റെ ഒപ്പം 64 കൂട്ടിയിട്ടാണ് അടുത്ത നെറ്റ്വർക്ക് എഴുതുക അല്ലെ. അപ്പൊ രണ്ടാമത്തെ നെറ്റ്വർക്ക് എത്ര വരിക? 192, 168, 10, 64 ആയിരിക്കും. കാരണം ബ്ലോക്ക് സൈസ്, ഫസ്റ്റ് നെറ്റ്വർക്കിന്റെ ബ്ലോക്ക് സൈസ് 64 അല്ലേ. അപ്പൊ 64 കൂട്ടിയിട്ട് അടുത്ത നെറ്റ്വർക്ക് എഴുതുക. അപ്പൊ 64. ഇനി മൂന്നാമത്തെ നെറ്റ്വർക്ക് നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, അക്കൗണ്ടിങ്. അതിൽ നെറ്റ്വർക്ക് ഐ ഡി എത്ര വരിക? രണ്ടാമത്തെ നെറ്റ്വർക്ക് ആയിട്ടുള്ള സെയിൽസ്. സെയിൽസ് എന്ന് പറയുന്ന നെറ്റ്വർക്കിന്റെ ബ്ലോക്ക് സൈസ് എത്രയാണ്? 32. അപ്പൊ ഈ 64ന്റെ ഒപ്പം 32 കൂട്ടിയിട്ടാണ്, ഈ 32 കൂട്ടിയിട്ടാണ് അടുത്ത നെറ്റ്വർക്ക് ഉണ്ടാവുക. അപ്പൊ സ്വാഭാവികമായിട്ട് എത്ര വരിക അടുത്ത നെറ്റ്വർക്ക്? 192, 168, 10, 96. അതാണ് നെറ്റ്വർക്ക് ഐ ഡി വരിക. ഇനി അടുത്ത ലാസ്റ്റ് നെറ്റ്വർക്ക് ആയിട്ടുള്ള അഡ്മിൻ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് നോക്കാം. അഡ്മിന്റെ എങ്ങനെ വരിക? അഡ്മിന്റെ നെറ്റ്വർക്ക് ഐ ഡി ഈ 96ന്റെ ഒപ്പം ഈ 16 കൂട്ടിയിട്ട് 112 നെറ്റ്വർക്ക് ഐ ഡി വരിക അല്ലെ. 192, 168, 10, 112. അപ്പൊ അടുത്തൊരു നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഈ 112ന്റെ ഒപ്പം ഈ 8 കൂട്ടിയാണ് അടുത്തുണ്ടാവുക. 120 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷെ അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല അല്ലെ. പക്ഷെ അത് നമുക്ക് വേണം, കാരണം അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ബ്രോഡ്കാസ്റ്റ് കണ്ടുപിടിക്കണം. അഡ്മിന്റെ ബ്രോഡ്കാസ്റ്റ് എത്ര വരിക? അപ്പൊ 192, 168, 10, 120 എന്നല്ല അടുത്ത നെറ്റ്വർക്ക് തുടങ്ങുക. അപ്പൊ 119 വരിക. ഇവിടെ IT ഡിപ്പാർട്ട്മെന്റിന്റെ ബ്ലോക്ക് സൈസ് എത്ര വരിക? 192, 168, 10, 63. കാരണം അടുത്ത നെറ്റ്വർക്ക് 64 തുടങ്ങിയത്. ഈ നെറ്റ്വർക്കിന്റെ സെയിൽസിന്റെ ബ്രോഡ്കാസ്റ്റ് എത്ര വരിക? 192, 168, 10, 94. 94 അല്ല അല്ലെ, 94 അല്ല, 95. കാരണം അടുത്ത നെറ്റ്വർക്ക് 96 സ്റ്റാർട്ട് ചെയ്തു. അടുത്തതിന്റെ ബ്രോഡ്കാസ്റ്റ് എത്ര വരിക? 192, 168, 10, 111. കാരണം അടുത്ത 112 സ്റ്റാർട്ട് ചെയ്തത്. ബ്രോഡ്കാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ LVH കിട്ടും. LVH എത്രയാ? 192, 168, 10, 62. അപ്പോൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ PC-കൾക്ക്, IT എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ PC-കൾക്ക് നമുക്ക് FVH ഉം LVH, FVH എഴുതാം ആദ്യം. FVH കൂടെ എഴുതിയിട്ട് നമുക്ക് പറയാം. 192, 168, 10, 1. അപ്പൊ IT ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന PC-കൾക്ക് അവിടെ മൊത്തം 40 PC ഉള്ളത്. 192, 168, 10, 1നും 192, 168, 10, 62നും ഇടയിൽ വരുന്ന IP-കൾ അവിടെ കൊടുക്കാം. അവിടെയുള്ള PC-കൾക്ക് കൊടുക്കേണ്ട സബ്നെറ്റ് മാസ്ക് എത്രയാണ്? അവിടെയുള്ള PC-കൾക്ക് കൊടുക്കേണ്ട സബ്നെറ്റ് മാസ്ക് 192 എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന PC-കൾ, സെയിൽസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന PC-കൾക്ക് ഏതെല്ലാം IP കൊടുക്കാം? നമുക്ക് 192, 168, 10, 65 FVH. LVH 192, 168, 10, 94. അപ്പൊ 65നും 94നും ഇടയിൽ വരുന്ന IP-കൾ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന PC-കൾക്ക് കൊടുക്കാം. ആ PC-കളുടെ എല്ലാത്തിന്റെയും സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 224 ആയിരിക്കും. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് നോക്കാം. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ FVH എത്ര വരിക? 192, 168, 10, 97. LVH 192, 168, 10, 110. അപ്പോ 97നും 110നും ഇടയിൽ വരുന്ന IP അഡ്രസ്സുകൾ വേണം എന്തിനു കൊടുക്കാൻ? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ PC-കൾക്ക് കൊടുക്കാൻ. അതിന്റെ സബ്നെറ്റ് മാസ്ക് എത്ര വരിക? 240. അപ്പൊ 97നും 110നും ഇടയിൽ വരുന്ന IP അഡ്രസ്സുകൾ നമ്മൾ PC-കൾക്ക് കൊടുക്കുന്നു. ആ PC-കളുടെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 240 കൊടുക്കുന്നു. ഇനി നമ്മുടെ ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലെ FVH എത്ര വരിക? FVH 192, 168, 10, 113,
FEH-ഉം 192, 168, 10, 118 LVH-ഉം വരും. അതിൽ വരുന്ന PC-കളുടെ സബ്നെറ്റ് മാസ്ക് 248 വരിക. അപ്പോൾ സബ്നെറ്റ് മാസ്ക് അത്രേ വരിക. ഇങ്ങനെ വെച്ചിട്ട് 113നും 118നും ഇടയിൽ വരുന്ന IP വേണം അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിലെ PC-കൾക്ക് കൊടുക്കാൻ. ആ PC-കളുടെ സബ്നെറ്റ് മാസ്ക് 3255-ഉം 248 വരുന്നത്. ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ലാബ് സെറ്റ് ചെയ്യാൻ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു ലാബ് സെറ്റ് ചെയ്യാം. നമ്മുടെ ഒരു പ്രാക്ടിക്കൽ ലാബ് നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓൾറെഡി പാക്കറ്റ് ട്രേസർ ഒക്കെ എല്ലായിടത്തും ഉണ്ടെന്ന് വിചാരിക്കുന്നു. പാക്കറ്റ് ട്രേസർ ആവശ്യമുള്ളവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മെയിൽ അയച്ചു തരാം. പാക്കറ്റ് ട്രേസർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് മൊത്തം 4 ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഉള്ളത് അല്ലേ. നമുക്ക് 4 ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. IT, അക്കൗണ്ട്സ്, സെയിൽസ്, അഡ്മിൻ. അപ്പൊ 4 ഡിപ്പാർട്ട്മെന്റ് വെക്കാം. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഓരോ സ്വിച്ചുകളെ വീതം കൊടുക്കാം ആദ്യം. അപ്പോൾ ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എത്ര PC ഉണ്ടെന്നാ പറഞ്ഞത്? ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഏകദേശം ഒരു 40 PC ഉണ്ടെന്ന് പറഞ്ഞു. 40 PC ഒന്നും പാക്കറ്റ് ട്രേസറിൽ നമുക്ക് നിരത്തി കൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഉദാഹരണമായിട്ട് 2 PC വീതം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും കൊടുക്കാം. ബാക്കി 40 PC ആണെന്ന് കണ്ട് വിചാരിക്കുക നമ്മൾ. അടുത്ത സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ ഇതേപോലെ തന്നെ 22 PC ഉണ്ടല്ലോ, 2 PC കൊടുക്കാം, ബാക്കി 20 ഉണ്ടെന്ന് വിചാരിക്കുക. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് മൊത്തം 13 ഹോസ്റ്റാ അല്ലെങ്കിൽ PC വേണ്ടത്, 2 കൊടുക്കാം, 11 ഉണ്ടെന്ന് വിചാരിക്കുക. അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിൽ 5 PC 2 കൊടുക്കാം, 3 അപ്പുറത്തുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഇവിടെ ലാബ് കൊടുക്കാം. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും 2 PC വീതം കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് PC-നെ സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് വേഗം തിരിച്ചറിയാനേ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും നമുക്ക് ഓരോ കളർ കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു കളർ കൊടുക്കാം. നമ്മുടെ രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് യെല്ലോ കളറിൽ കൊടുക്കാം. നമ്മുടെ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ലാസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും പേരൊക്കെ ഉണ്ട് അല്ലേ. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത് എന്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ഇത് IT ഡിപ്പാർട്ട്മെന്റ്. രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. മൂന്നാമത്തത് അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ്. നാലാമത്തെ ഡിപ്പാർട്ട്മെന്റ് എന്തായിരുന്നു? ഫസ്റ്റ് IT, സെയിൽസ്, അക്കൗണ്ട്സ്, അഡ്മിൻ അല്ലേ. അപ്പോൾ അഡ്മിൻ ഇതല്ല, അഡ്മിൻ നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഇവിടെ വെക്കാം. ഇത് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്. അക്കൗണ്ട്സ്. ഇപ്പൊ 4 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. 4 ഡിപ്പാർട്ട്മെന്റുകളിൽ നമ്മൾ 4 സ്വിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു സ്വിച്ച് തന്നെ വീലാൻ ചെയ്തിട്ട് 2 ഡിപ്പാർട്ട്മെന്റും കൂടെ ഒരു സ്വിച്ചിൽ തന്നെ ചെയ്യാം. ഇനി വലിയ സ്വിച്ചാണ്, ഇപ്പോൾ എങ്ങനെ പോയാലും 40ന്റെ മുകളിലുണ്ട് അല്ലേ. 2 സ്വിച്ച് എടുത്തിട്ടേ ITയും സെയിൽസിലും കൂടെ ഒരു സ്വിച്ചിൽ 2 വീലാൻ ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കാം. അല്ലെങ്കിൽ സെയിൽസും അക്കൗണ്ട്സും കൂടെ ഒരു വീലാനിലും അഡ്മിനും ITയും കൂടെ വേറൊരു സ്വിച്ചിൽ വേറൊരു വീലാനിലും അങ്ങനെയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 4 ഡിപ്പാർട്ട്മെന്റ് 4 സ്വിച്ച് കൊടുത്തുന്നേ ഉള്ളൂ. വീലാനൊക്കെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വീലാൻ ചെയ്ത് നമുക്ക് 2 നെറ്റ്വർക്ക് ആക്കിയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് PC-കൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. PC-കളും സ്വിച്ചും തമ്മിൽ കണക്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് IT അല്ലേ. IT ഡിപ്പാർട്ട്മെന്റിലെ PC-കൾക്ക് ഏത് IP വരിക? 192, 168, 10.1നും 10.62നും ഇടയിൽ വരുന്ന IP-കൾ വേണം കൊടുക്കാൻ. സബ്നെറ്റ് മാസ്ക് എത്ര വരിക? 192 അല്ലേ.
അപ്പോൾ നമുക്ക് നേരെ IP കൊടുക്കാം. ഇവിടെ 192, 168, 10.1. ഗേറ്റ് വേ നമ്മൾ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഗേറ്റ് വേ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഗേറ്റ് വേ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ നമുക്ക് 192, 168, 10.2. ഇനി സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം നോക്കാം. സെയിൽസിലെ 65-നും 94-നും ഇടയിൽ വരുന്ന IP വേണം സെയിൽസിലെ PC കൊടുക്കാൻ. അതിന്റെ സബ്നെറ്റ് മാസ്ക് 224 സബ്നെറ്റ് മാസ്ക് ഇതാണ് അല്ലേ. നമ്മൾ നമുക്ക് 192, 168, 10, 60 എത്ര കൊടുക്കുക? 65. ഇവിടെ 192, 168, 10, 66. നൂറ്റി 92 224 224 അല്ലേ. PC കൊടുത്തു. ഇനി ഇവിടെ മൂന്നാമത്തെ ഡിപ്പാർട്ട്മെന്റിൽ എത്ര വരിക? മൂന്നാമത്തത് അക്കൗണ്ട്സാ. 97-നും 110-നും ഇടയിൽ വരുന്ന IP. 97-നും 110-നും ഇടയിൽ വരുന്ന IP അല്ലേ. സബ്നെറ്റ് മാസ്ക് എത്ര വരുന്ന അവിടെ ശരിക്കും? അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത് 240 അല്ലേ. 192, 168, 10, 97, 240. നമുക്കിനി 10, 97-ഉം 98-ഉം കൊടുക്കാം. 98. ഇനി അഡ്മിൻ ഡിപ്പാർട്ട്മെന്റ്. അഡ്മിൻ ഡിപ്പാർട്ട്മെന്റിൽ 113-നും 118-നും ഇടയിൽ വരുന്ന IP ആണ് കൊടുക്കാൻ. 113-നും 118-നും ഇടയിൽ. സബ്നെറ്റ് മാസ്ക് എത്ര വരിക? 248. ഇതിന് 114 കൊടുക്കാം. അപ്പം എല്ലാവർക്കും നമ്മൾ IP ഒക്കെ കൊടുത്ത് സെറ്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും കൂടെ റൂട്ടറിനെ സെറ്റ് ചെയ്യുക. ഇപ്പോൾ 2 ഡിപ്പാർട്ട്മെന്റിനുമായിട്ട് ഒരു റൂട്ടറിനെ വെച്ചാലും മതി. അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഓരോ റൂട്ടറിനെ കൊടുക്കാം. ഞാനിപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ റൂട്ടറിനെ വെച്ചിട്ടാണ് ചെയ്യണേ. അപ്പോൾ നമുക്ക് റൂട്ടർ എടുക്കാം. ഫസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് റൂട്ടർ വെച്ചു, അടുത്തതിന് വെച്ചു, എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും റൂട്ടർ വെച്ചു. ഇനി എന്ത് ചെയ്യണം? റൂട്ടറുകൾക്ക് പോർട്ടുകളൊക്കെ ആഡ് ചെയ്യണം. റൂട്ടർ ടു റൂട്ടർ കണക്ഷനൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ റൂട്ടറിന് സീരിയൽ പോർട്ട് ആഡ് ചെയ്യുകയാണ്. ഒരു റൂട്ടറിലോട്ട് 2 LAN കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഓരോന്നിനും ഓരോ റൂട്ടർ വെച്ചു എന്നുള്ളൂ. റൂട്ടർ ടു റൂട്ടർ കണക്ഷൻ ചെയ്യണം. ആദ്യം നമുക്ക് റൂട്ടറിനെ നമ്മുടെ LANുമായിട്ട് ബന്ധിപ്പിക്കാം. അപ്പോൾ ജിഗാബിറ്റ് 0/0-യിൽ നിന്ന് റൂട്ടറിലോട്ട് കണക്ട് ചെയ്തു. എല്ലാം ഞാൻ ജിഗാബിറ്റ് 0/0 എടുക്കുന്നത്. അങ്ങനെയില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി എന്ത് ചെയ്യണം? റൂട്ടറിൻ്റെ ഇവിടെ IP കൊടുക്കണം അല്ലേ. ഈ റൂട്ടറിൻ്റെ ഇവിടെ കൊടുക്കുന്ന IP നമ്മുടെ ഫസ്റ്റ് LAN ഉണ്ടല്ലോ, ഒന്നാമത്തെ LAN, ഇതിൻ്റെ ഉള്ളിൽ വരുന്നൊരു IP വേണം കൊടുക്കാൻ. 10.1-നും 10.62-നും ഇടയിൽ. 10.1-ഉം 10.2 കൊടുത്തു. സാധാരണയായിട്ട് നമ്മൾ ഗേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാറുള്ളത് ഏറ്റവും അവസാനത്തെ IP ആണ്. ഏറ്റവും അവസാനത്തെ IP എന്ന് പറയുമ്പോൾ അതിലെ LVH ആണ് അതിലെ ഏറ്റവും അവസാനത്തെ IP വരുന്നത്. അപ്പോൾ 10.62 എന്നുള്ളത് നമുക്ക് എന്താക്കി കൊടുക്കാം? ഗേറ്റുമായിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ആ റൂട്ടറിന് IP സെറ്റ് ചെയ്യാം നമുക്ക്. റൂട്ടറിൻ്റെ പേരൊക്കെ നമുക്കൊന്ന് മാറ്റിയേക്കാം. എനേബിൾ കോൺഫിഗർ ടെർമിനൽ ഹോസ്റ്റ് നെയിം IT എന്നാക്കാം.
ഇനി ഇൻ്റർഫേസ് ജിഗാബിറ്റ് 0/0 IP സ്പേസ് അഡ്രസ് 192.168.10.64 സബ്നെറ്റ് മാസ്ക് എത്ര വരിക 3255 192 64 അല്ലല്ലോ അല്ലേ 64 എങ്ങനെ വരും 63 അടുത്ത നെറ്റ്വർക്ക് 64 സ്റ്റാർട്ട് ചെയ്യുന്നത് 62 വരിക 62ഉം 192 സബ്നെറ്റ് മാസ്കും അല്ലേ ഇവിടെ 62. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇല്ലേ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റെക്കോർഡിംഗ് നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത്തെ വീഡിയോ ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് റൂട്ടറിന് മാത്രമേ ഇതിൽ നമ്മൾ IP സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മളിനി രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ റൂട്ടറിന് IP സെറ്റ് ചെയ്യുന്നത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഞാൻ കുറേ റെക്കോർഡ് ചെയ്തിട്ട് കുറേ ബേക്കിലോട്ട് വന്നപ്പോഴാണ് റെക്കോർഡ് ചെയ്തെല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ എറർ വന്നത് നോക്കിയത്. അപ്പോൾ റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് റൂട്ടറിന് മാത്രം IP കൊടുക്കുന്നത് മാത്രമേ ഈ ഒരു വീഡിയോയിലുള്ളൂ. സെക്കൻഡും തേർഡും ഫോർത്തിനൊക്കെ ഞാൻ IP കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ രണ്ടാമത്തെ റൂട്ടറിനും മൂന്നാമത്തെ റൂട്ടറിനും നാലാമത്തെ റൂട്ടറിനും ഞാൻ IP കൊടുക്കുന്നതും അതുപോലെ തന്നെ റൂട്ടർ ടു റൂട്ടർ കണക്ഷനും അതുപോലെ തന്നെ അതിൽ ഏതെങ്കിലും EIGRP OSPF ഒക്കെ ചെയ്യുന്നു അതിൻ്റെ പ്രാക്ടിക്കൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാലൻസ് ക്ലാസ്സുമായിട്ട് കാണാം.